Hi everyone, welcome to Mom Life. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പാരഡൈസ് ഫാമിലേക്കാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ വീണ്ടും പാരഡൈസ് ഫാമിലേക്ക് വന്നിരുന്നു എന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം തന്നെ പാരഡൈസ് ഫാമിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചട്ടിച്ചോറും പൂച്ചോറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ പാരഡൈസ് ഫാമിലിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാരഡൈസ് ഫാമിലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും വലിയ തിരക്കൊന്നുമില്ല, വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്ന് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വളരെ കഷ്ടപ്പെട്ടായിട്ടാണ് ഞങ്ങൾ പാർക്ക് ചെയ്തിരുന്നതൊക്കെ. ഇന്നിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ പാർക്കിങ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്. നമ്മളിതാ പാരഡൈസ് ഫാമിൻ്റെ അകത്തേക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും താമസിക്കാതെ തന്നെ വേഗം നമ്മൾ സ്ട്രോബെറി ഫാമിൻ്റെ അകത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. അവർ ഓപ്പൺ ചെയ്ത് അതിനെ കയറ്റാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കയറുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു കപ്പും പിന്നെ അതിനകത്തൊരു സിസറും ഇട്ടിട്ട് തരും കേട്ടോ. അവിടെ നമ്മൾ പേ ചെയ്തിട്ട് വേണം കയറാൻ. നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവർ കപ്പും പിന്നെ സിസറും തരും കേട്ടോ. അപ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ. സ്ട്രോബെറി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടോ, ഒത്തിരി സന്തോഷമായി. നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ശരിക്കും നമുക്ക് അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ ടൈം നമ്മളവിടെ നിന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് അവർ സിസറ് മേടിക്കും കേട്ടോ. അവരുടെ ടീമിൽ നിന്ന് കുറച്ച് പേര് അതിൻ്റെ അകത്ത് നിൽപ്പുണ്ടാവും. അവർ ഇത് ഫുള്ളായിന്ന് കാണുമ്പോൾ നമ്മളെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിന്ന് കാണുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നും സിസർ അവർ മേടിക്കും.
അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും അതിൽ നിന്ന് തന്നെ പറിച്ചിട്ട് കഴിക്കാനൊന്നും പാടില്ല കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ പറിച്ച് കഴിക്കരുതെന്ന് പറയും അവർ അവിടുന്ന്. അങ്ങനെ കഴിച്ചുകൂടാ, അതിനവർ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാനായി തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. ആ സെക്ഷനിലുണ്ടായിരുന്നത് തക്കാളിയും വെള്ളരിയും പിന്നെ ബ്ലാക്ക്ബെറിയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയുടെയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടും കേട്ടോ, നമ്മൾ സ്ട്രോബെറി ഫാമിലേക്ക് കയറുമ്പോൾ പോലെ തന്നെ. പക്ഷേ നമ്മളിതിൽ ഇപ്പോൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം പഴുത്തതൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ വെള്ളരിക്ക് ഇങ്ങനെ പാകമായൊക്കെ വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടൊന്നും നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ ജസ്റ്റ് കണ്ട് പോയിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ കേട്ടോ. അന്ന് നമ്മൾ വന്നിട്ട് ഒന്നും നല്ലതുപോലെ കാണുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഇരുട്ട് വീഴാൻ തുടങ്ങിയിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പാരഡൈസ് ഫാമിൻ്റെ ഭംഗി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മനോഹരമായൊരു ഫാമാണ് കേട്ടോ. ഇതവർ ഈ ഫാമിൽ നിന്ന് തന്നെ കൃഷി ചെയ്തിട്ട് അവരിവിടെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് അതിൽ കയറി നടന്ന് പോകാതെ അത് ഓടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഫുള്ളും ചുറ്റി കറങ്ങി കാണാം കേട്ടോ.
അപ്പോൾ പാരഡൈസ് ഫാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇനി ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പാരഡൈസ് ഫാമിൻ്റെ കാഴ്ചകളൊക്കെ. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.